നമ്മുടെ ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് മൾട്ടിവുഡ് ആണ്. മൾട്ടിവുഡ് വിത്ത് അക്രിലിക് ഷീറ്റ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. മൾട്ടിവുഡ് വിത്ത് അക്രിലിക് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ടാൻഡം ബാസ്ക്കറ്റിന് ഒരു കട്ട്ലറി കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി വിത്ത് ഫൈബർ ട്രേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വയർ ടേപ്പിൻ്റെ ഒരു കൺസോസിൽ വന്നിട്ടുണ്ട് വയർ ടേപ്പിൻ്റെ. പിന്നെ വയർ ടേപ്പിൻ്റെ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ ഫുള്ളോട്ട് വയർ ടേപ്പിൻ്റെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ്, വാഷ് ഏരിയ, ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ്, പ്രോ ലിഫ്റ്റ്, പുള്ളപ്പ് ഡോർ, GT50 പ്ലേറ്റ് ആൻഡ് ഗ്ലാസ് റാക്ക്, ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ്. നമ്മൾ കംപ്ലീറ്റ് മൾട്ടിവുഡ് സ്ട്രക്ചർ വർക്ക് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് പേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കിട്ടുക എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കിട്ടുക, അതായത് വിജാഗിരി ഊരി വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കാഠിന്യം കൂടിയ മൾട്ടിവുഡ്, കാഠിന്യം കൂടിയ ബ്രാൻഡഡ് കമ്പനിയുടെ കാഠിന്യം കൂടിയ മൾട്ടിവുഡാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വിജാഗിരിയാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ക്ലോസറാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വിജാഗിരി സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ മൾട്ടിവുഡിന് തന്നെ ഗ്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഗ്രിപ്പ് കൊടുത്തിട്ടാണ് അത് നമ്മൾ സ്ക്രൂ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡെൻസിറ്റി അത് കാഠിന്യം കുറഞ്ഞ മൾട്ടി ഉപയോഗിക്കുമ്പോഴാണ് ഈ സ്ക്രൂ ലൂസായി പെട്ടെന്ന് ഇളകി വരാൻ സാധ്യത ഉള്ളത്. മൾട്ടിവുഡ് ആകാൻ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു കാരണവശാലും വെള്ളം വീണാൽ കംപ്ലീറ്റ് ഒരു പൂപ്പിൽ പിടിക്കുകയോ ചതിര് പിടിക്കുകയോ അങ്ങനെ യാതൊരു പ്രശ്നം വരികയില്ല.